കുറെ കാലായില്ല കണ്ടിട്ട്. ഇപ്പൊ ഈ രാഷ്ട്രീയത്തിന്റെ കൊട്ടിക്കലാശം എന്തൊക്കെയാണല്ലോ നിലമ്പൂര് ഇലക്ഷന്റെ. അപ്പൊ LDF ഉറപ്പായും ജയിക്കുന്ന സ്വരാജ് പറയുന്നു. സ്വരാജിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ചിഹ്നത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് സ്വരാജ് ജയിക്കാൻ LDFന്റെ അത് പറയുന്നു. ഓക്കെ. പിന്നെ BJP ആണെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് പിടിക്കും. പിന്നെ നിലവിലുള്ള BJP വോട്ട് അതൊക്കെ പിടിച്ചിട്ട് അവര് മലയോര കർഷകനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിന്റെ കൂടെ എക്സ്ട്രാ വോട്ട് കൂടി പിടിക്കാനുള്ള സാധ്യതയാണ് BJP കാണുന്നത്. ഓക്കെ, കറക്റ്റ്. അൻവർ ആണെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും UDFന്റെയും മലയോര കർഷകരെയും വോട്ട് പിടിച്ച് വിജയിക്കാനുള്ള ഇത് അൻവർ പറയുന്നത്. അൻവർ ജയിക്കുന്ന അൻവർ 2 പ്രാവശ്യം MLA ആയിരുന്ന ആളാണല്ലോ. അതുകൊണ്ട് ആ ബന്ധങ്ങൾ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ അൻവറിനെ അങ്ങനെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ഇതൊന്നും കൂടാതെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ UDFന്റെ വക വേറെ അഭിപ്രായം ഉറപ്പായും ജയിക്കും എന്നൊരു ഇതും പറയുന്നുണ്ട്. ജോൺസേട്ടൻ ഇങ്ങനത്തെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണല്ലോ. ഇതിൽ ഇനി എന്തായിരിക്കും ഈ 3 പേരുടെയും സാധ്യത എന്നൊന്നും ഇതില് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒന്നാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ലാണ്ട് അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ജനത്തിന് ഈ വോട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. കാരണം ജനം വോട്ട് ചെയ്യാൻ പോയില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു പ്രതിസന്ധി ആയിരിക്കും ഇതിൽ ഉണ്ടാകാൻ പോണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ഈ നിയമസഭ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളെ ഉള്ളൂ. അപ്പൊ ജനം വോട്ട് ചെയ്യാൻ പോവാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് പറയാം, ഒരു 70% താഴെ പോളിംഗ് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് LDF ജയിക്കും നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പൊതുവായിട്ടുള്ള ആളുകൾ ഭൂരിപക്ഷം വോട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി വോട്ടുകൾ കാലാകാലങ്ങളിൽ കിട്ടുന്ന വോട്ടുകളുണ്ടെന്ന് ആ വോട്ടുകൾ പിന്നെ ഈ മറ്റേ സ്വരാജ് ആയതുകൊണ്ട് പരമാവധി പാർട്ടി വോട്ടുകൾ ഭൂരിപക്ഷം ചെയ്യപ്പെടാം. അങ്ങനെ നൽകി എങ്ങനെ പോലും ഒരു 60,000 അങ്ങനെ ഒരു 65 വരെ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് LDF. അതുകൊണ്ടൊരു പോളിംഗ് ശതമാനം ഒരു 70-ന് താഴെ വരികയാണെങ്കിൽ LDFന് വിജയ സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് LDFന് സാധ്യതയുണ്ടെന്ന് ഈ പറഞ്ഞ പോയിന്റിലാണ് നിൽക്കണത്. നേരെ മറിച്ച് പോളിംഗ് ശതമാനം ഒരു 70-ന് മുകളിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു 74-75 റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ UDFന് അനുകൂലമായിട്ട് മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ UDFന്റെ വോട്ടുകൾ മുഴുവനും പോൾ ചെയ്യപ്പെടുകയാണെങ്കിൽ മിനിമം ഒരു എങ്ങനെയാലും ഒരു 74-75-ന്റെ അടുത്തേക്ക് വോട്ടുകൾ പോൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് UDFന്. അവിടെ നിന്നും പോളിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ ഒരു പക്ഷേ UDFന് കുറച്ചും കൂടി ഭൂരിപക്ഷം കിട്ടാമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 75 അല്ലെങ്കിൽ 80% പോളിംഗ് ശതമാനം വരികയാണെങ്കിൽ UDFന് നല്ല മാർജിനിൽ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അൻവർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 25,000 വോട്ട് വരെ പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതോടെ തന്നെ BJP ഇപ്പോൾ എങ്ങനെ പോയാലും ഒരു 10,000 വോട്ടെങ്കിലും പിടിക്കും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ പോളിംഗ് ശതമാനം കൂടുതലുണ്ടെങ്കിൽ UDFന് അനുകൂലമായിട്ട്. നേരെ മറിച്ച് 70-ന് താഴെയാണെങ്കിൽ മാത്രമാണ് LDFന് സാധ്യത കാണുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ നിലയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 6,000 വോട്ട് മുതൽ UDF ഭൂരിപക്ഷം കയറി അതൊരു 16,000-20,000 വരെയൊക്കെ എത്താം. അങ്ങനത്തെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ അൻവർ നമ്മളൊരു 25,000 വോട്ടെങ്കിലും പിടിക്കുന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ കുറയുകയാണെങ്കിൽ അത് UDFന്റെ ഭൂരിപക്ഷം കൂട്ടാം. അതോടൊപ്പം തന്നെ LDFന് കുറച്ചും കൂടി ഈ 65 എന്നുള്ളത് ഒരു 70-ലേക്ക് വരെ എത്താം മാക്സിമം. എങ്കിലും ജനങ്ങൾ ഭൂരിപക്ഷം ആളുകൾ വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ UDFനാണ് ജയസാധ്യത. ഇനി നമുക്ക് പോളിംഗ് ശതമാനം വോട്ട് ചെയ്തതിന് ശേഷം പോളിംഗ് ശതമാനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഒരു പ്രവചനം നടത്താം. കാരണം നമ്മൾ വോട്ട് ചെയ്യാണ്ട് നമുക്ക് ഇത്ര ആൾ വോട്ട് ചെയ്തു എന്ന് പറയാതെ നമുക്കത് പ്രവചിക്കാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റുന്ന കാര്യം. കൊട്ടിക്കലാശമൊക്കെ കഴിയട്ടെ, വോട്ടെടുപ്പ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം. ഓക്കെ ജോൺസേട്ടാ, ഈ ജോൺസേട്ടന്റെ ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഭൂരിഭാഗം ശരിയാകാറുണ്ട്. ഇതും ശരിയായിരിക്കട്ടെ. ഓക്കെ, ശരി.